ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്നലെ ബബ്ബബ്ബ എന്ന സിനിമ നമ്മൾ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഐശ്വര്യ തിയേറ്ററിൽ പോയിട്ട് സിനിമ നമ്മൾ കണ്ടു. നല്ല സിനിമ, കുഴപ്പമൊന്നുമില്ല, വലിയ മാരക സംഭവമൊന്നും അല്ലെങ്കിലും കണ്ടിരിക്കാം. നല്ല സിനിമ, കുഴപ്പമൊന്നുമില്ലാത്തൊരു സിനിമയായി കാണുക, അല്ലാതെ ലോജിക്ക് ഇതൊന്നും തപ്പി നടക്കട്ടെ. CID മൂസ, പറക്കും നിലയൊക്കെ പോലുള്ള ഒരു സാധാരണ സിനിമ. മോഹൻലാല് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, മാരക ലുക്കാണ് മോഹൻലാല്, ചുള്ളനായിട്ടുണ്ട് മോഹൻലാൽ. അപ്പോൾ നമ്മള് പറഞ്ഞു വന്നത്, നമ്മൾ അവന്റെ ഇവന്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോവാതിരിക്കുക. പിന്നെ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പോവുക, സിനിമ കാണുക. പലരും പലതും പൈസ വാങ്ങിയിട്ട് ഇതിനൊക്കെ ആയിട്ട് പല PR വർക്കിന്റെ ഭാഗമായിട്ട് പല റിവ്യൂവും നമുക്ക് കാണേണ്ടി വരും. അതൊന്നും നോക്കാതെ നമ്മളെ ഇഷ്ടത്തിന് പോയിട്ട് സിനിമ കാണുക. പിന്നെ ഒരു സിനിമ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോഴേ, നമ്മൾ ആ സിനിമേന്റെ നായകനെ മാത്രം നോക്കി ബഹിഷ്കരിച്ചാൽ അതിന്റെ അണിയറ പ്രവർത്തകർ, അതിന്റെ പുറകിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് അല്ലേ. അപ്പൊ അവരെയും കൂടിയാണ് നമ്മൾ ബഹിഷ്കരിക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളിന്റെ അരിയിൽ മണ്ണ് വാരിട്ടിട്ട് നമുക്കൊരു സിനിമ ബഹിഷ്കരിച്ചാൽ ദിലീപ് നഷ്ടം പറ്റാനൊന്നുമില്ല. അത് നഷ്ടം പറ്റുക അതിന്റെ പ്രൊഡ്യൂസർക്കും അതിന്റെ വിതരണക്കാർക്കും അതിന്റെ പുറകിൽ കഷ്ടപ്പെട്ട ഒരുപാട് സാധാരണക്കാരായ തൊഴിലാളികളുണ്ട്, അവർക്കുമാണ്. അപ്പോൾ നമ്മൾ ഒരു സിനിമയെ ബഹിഷ്കരിക്കുമ്പോൾ നമ്മളെ നായകനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെടരുത് ഒരു സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ, നല്ല സൂപ്പർ പടമാണ്. പിന്നെ ദിലീപിനെ കോടതി വെറുതെ വിട്ടല്ലേ, ഇനി കോടതിയും പോലീസൊക്കെ നോക്കിക്കോളും. നമ്മളതിന്റെ പുറകെ ചാടി ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നമസ്കാരം.